നിങ്ങൾക്ക് ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം. ഓക്കെ, ഹിഡൻ ജെം ഇൻ കേരള. കൊച്ചിയിൽ നിന്നും വെറും 2.5 hours, തൃശ്ശൂരിൽ നിന്ന് 3.5 മണിക്കൂറുള്ളൂ കേട്ടോ. ഈ ഏരിയയിൽ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ. ഇത്രയും ഭംഗിയുള്ള ഒരു റിസോർട്ട്, സ്വന്തമായിട്ട് ട്രെക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും റിസോർട്ടിനുള്ളിൽ തന്നെ. ശരിക്കും സ്ട്രെസ് ഫ്രീ ആയിട്ട് ഒരു വെക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ പ്ലേസ്. ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു കേട്ടോ. കപ്പിൾസ്, ഫ്രണ്ട്സ്, ഫാമിലി ഒക്കെ ആയി വന്നാൽ അടിച്ചു പൊളിക്കാം. 70 ഏക്കറിൽ സ്വന്തമായി വാട്ടർ ആക്ടിവിറ്റീസ്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, ഫാം, പ്ലേ ഏരിയ, സ്വിമ്മിംഗ് പൂൾ, 3 നേരത്തെ കിടലൻ ഫുഡും. ഇത് തൊടുപുഴ കുളമാവിലുള്ള ഗ്രീൻബർഗ് റിസോർട്ടാണ് കേട്ടോ. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത 2 ദിവസങ്ങൾ. രാവിലെ തന്നെ ട്രെക്കിംഗ് ആയിരുന്നു കേട്ടോ. അവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല. ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ കണ്ടിട്ട്. 35+ റൂംസ് ഉണ്ട് കേട്ടോ അവിടെ. കപ്പിൾസിനായി ട്രീ ഹൗസ് ബെസ്റ്റ് ആണ്. അടിപൊളിയാണ് കേട്ടോ ട്രീ ഹൗസ്. ഞങ്ങൾ ഈവില്ലാണ് ചൂസ് ചെയ്തത്. ഞങ്ങളുടെ റൂമും വാഷ്റൂമും അടിപൊളിയായിരുന്നു. പിന്നെ ഡിലക്സ് ആൻഡ് ഡിലക്സ് പ്ലസ് കോട്ടേജസ് ആണ് വരുന്നത്. ലാലേട്ടന്റെ 12th മാനും ദൃശ്യമൊക്കെ ഇവിടെയാണ് കേട്ടോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ലാലേട്ടൻ ഈ ഒരു കോട്ടേജിലാണ് ഇത്ര താമസിച്ചിരുന്നത്. ഫുഡ് ഒന്നും പറയാനില്ല, അതിഗംഭീരം. 3 നേരവും ലാവിഷായിരുന്നു. ബിരിയാണി, രാവിലത്തെ പൂരി മസാല ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഡാമായ ഇടുക്കി ഡാമും കാണാൻ പോയിട്ടോ. ജസ്റ്റ് ഹാഫ് ആൻ അവർ ഉള്ളൂ നമ്മുടെ റിസോർട്ടിൽ നിന്ന്. പിന്നെ അവിടുത്തെ ഫാമിൽ നിന്ന് ബ്രഹ്മ കോഴിമുട്ട, തേന്, അവിടെ തന്നെ ഉണ്ടായ കറുവപ്പട്ട, ഗ്രാമ്പൂ, ചക്കയൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അവിടെയുള്ള എല്ലാ സ്റ്റാഫ്സും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഒരു സർവീസും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇടുക്കി ഡാമിലാണുള്ളത്. വെനസ്ഡേ ഡാമിൻ്റെ അകത്തേക്ക് കയറ്റില്ല.
അപ്പോൾ എല്ലാവരും അടുത്ത വെക്കേഷൻ ഇവിടെ ഒന്ന് പ്ലാൻ ചെയ്തോളൂ. അടിപൊളിയാണ്. ബൈ ഫ്രം ഡെലിക് സർവേ.